പക്ഷേ സംസാരം നല്ലതാണ്, അട്രാക്റ്റീവാണ്, നന്നായിരിക്കുന്നുണ്ട്. കേൾക്കുന്ന ആളുകൾ കുറച്ച് സമയം നിൽക്കുകയും ചെയ്യും. ഞാനും കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമായിരുന്നു, കേൾക്കുമായിരുന്നു. കൂടുതൽ കമൻസ് ഒന്നും ഇട്ടില്ല എന്നേ ഉള്ളൂ. കേൾക്കാൻ സംസാരമൊക്കെ നല്ലതാണ്. മലയാളം അറിയാം, ആരോട് സംസാരിക്കായിരുന്നു എന്ന് പറയുകയാണ്. അയ്യോ, അങ്ങനെ വല്ല മറന്നു പോവോ സംസാരിക്കാൻ? ഞാനും അങ്ങനെയാണ് മോളെ. ഞാനും ആരോടും അങ്ങനെ സംസാരിക്കാറില്ല. ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ താമസിക്കുന്നത് ഒരു വാടക വീടാണ്. എൻ്റെ നാട്ടിൽ നിന്നൊരു 30 കിലോമീറ്റർ മാറിയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ ആളില്ല. ഞാൻ യൂട്യൂബ് തുടങ്ങണത് തന്നെ അങ്ങനെയാണ്. എന്തായാലും അതൊരു തമാശയാണ്. ഞാൻ ആക്ഷേപിച്ചിരിക്കാനും വിചാരിക്കില്ല. എൻ്റെ ഒരു മാസ്റ്റർ പീസാണ് ചിരി. അതിനു മുമ്പ് അധികം എൻ്റെ ലൈവ് വന്നിട്ടില്ല എന്ന് അറിഞ്ഞുകൂടായിരിക്കും. എന്തെങ്കിലും കുറച്ച് തമാശ കേട്ടാൽ ഞാൻ നല്ലപോലെ ചിരിക്കും. അതും നമ്മൾ അപ്പോൾ തുല്യ ദുഃഖിതനാണ്. 10 വർഷമായി പുറത്തുള്ളവർ സംസാരിക്കാറില്ല എന്ന് പറയുക. അതും ഞാനും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. എനിക്കും റോഡിൽ പോയി അങ്ങനെ ആളുകൾ സംസാരിക്കണമെന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല. പക്ഷെ പ്രത്യേകിച്ചും ഇത് എൻ്റെ ശരിക്കുള്ള നാടല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇരുന്ന് എൻ്റെ ശരിക്കുള്ള ബോറടി മാറാനാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ യൂട്യൂബ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിനകത്ത് തുടങ്ങി ആദ്യ സമയങ്ങളിൽ തന്നെ കുറേ ഫ്രണ്ട്സിനെ കിട്ടി, കുറേ കുട്ടികളെ കിട്ടി. അവർക്ക് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഞാനിടയ്ക്കാണ് ഇതൊക്കെ നിർത്തി ക്ലാസ്സിലോട്ട് പോയത്. അപ്പോൾ അങ്ങനെ ശരിക്കും ഒരു 2-3 മണിക്കൂർ നല്ല രസകരമായിട്ട് സംസാരിക്കാൻ പറ്റുമായിരുന്നു. പുറത്തുള്ള ആളുകളോട് സംസാരിക്കാത്ത നമുക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമായിരിക്കും മോളെ ഇതെന്ന് എനിക്ക് തോന്നുവാണ്. തീർച്ചയായിട്ടും അപ്പം നമ്മൾ തുല്യ ദുഃഖിതർ ആണ് എന്നുള്ള കാര്യത്തെ സംശയമില്ല. ഞാൻ വിചാരിച്ചു കേരളത്തിലായിരിക്കില്ല, മറ്റെവിടെയെങ്കിലും പോയി ജനിച്ചു വളർന്നായിരിക്കും, ഇവിടെ എന്നിട്ട് വന്ന് സെറ്റിൽഡ് ആയതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. മലയാളം അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ മറന്നുപോയി എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതകരമാണ്. 10 വർഷമായി പുറത്തുള്ളവരോട് സംസാരിക്കാറില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും അതൊരു അത്ഭുതകരമാണ്, വളരെ സങ്കടകരവുമാണ്. എനിക്കറിയാം, ഞാൻ അതിൻ്റെ കുറേ സങ്കടങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഏകദേശം ഒരു 5-8 വർഷമായിട്ടൊരു ശരിയായ ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കൾ 2 പേരും ബാംഗ്ലൂർ ജോലി ചെയ്യുന്നുണ്ട്, അവരിടയ്ക്ക് വരാറുള്ളൂ. അപ്പോൾ ജോലിക്ക് പോകുമ്പോൾ സംസാരിക്കില്ല എന്ന് ചോദിക്കുകയാണ്. മോളെ, എനിക്കിപ്പോൾ ജോലിയൊന്നുമില്ല. എനിക്ക് കുറച്ച് ബിസിനസ്സൊക്കെയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അത് ഒരു പോൾട്രി ഫാമായിരുന്നു. പിന്നെ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. പറഞ്ഞില്ലേ, ഒരു വീടിൽ നിന്ന്, എൻ്റെ നാടിൽ നിന്ന് 10-30 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്ത് ഒരു വീടെടുത്ത് അവിടെയാണ് താമസിക്കുന്നത്. മക്കൾ 2 പേരും ബാംഗ്ലൂരാണ് ജോലി ചെയ്യാണ്. വൈഫിന് ജോലിയുണ്ട്. വൈഫാണെങ്കിൽ ഇത്തിരി ദൂരെയാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ ദിവസവും പോയി വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിൽ ഞാനൊരു തികഞ്ഞ ഒറ്റപ്പെടലിൽ ആയിപ്പോയിരിക്കുവാണ്. അപ്പോൾ ഇവിടെ തന്നെ എനിക്ക് പുറത്തിറങ്ങി അങ്ങനെ അധികം ആരോട് സംസാരിക്കുന്നതൊന്നും ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലോട്ട് പോകുമ്പോൾ അവിടെ ആളുകൾക്ക് ഫ്രണ്ട്സൊക്കെ ചോദിക്കും, അവിടെ പോയി എങ്ങനെ ഒരുപാട് കൂട്ടം കിട്ടിയോ. വായിക്കുകയും എഴുതുകയും ചെയ്യുമായിരുന്നു എന്ന് പറയുവാണ്. നല്ലതാണ്. എഴുതുക എന്ന് പറയുമ്പം എന്തെങ്കിലും കവിതയോ കഥയോ അങ്ങനെ എന്തെങ്കിലും ആണോ എഴുതാറുള്ളത്? എനിക്കും കുറേ ആഗ്രഹമുണ്ട് മോളെ എഴുതണമെന്ന്. പക്ഷേ എഴുതാനെന്ന് വെച്ചാൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ എഴുതിയ എനിക്ക് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു മടുപ്പാണ്. കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് എഴുതണമെന്ന് തോന്നുന്നു. അതിലും കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചാനലെന്ന് വേണമെങ്കിൽ പറയാം. കുറേ എനിക്ക് പറയാനുള്ളത് പറയാനും. എഴുതുവാന്ന് പറ്റൂലല്ലോ, എന്നാലും നമുക്ക് പറയാനുള്ളത് സംസാരിച്ച് ആളുകൾക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ. പക്ഷെ അതൊന്നും ശരിക്കും നടക്കുന്നില്ല. അങ്ങോട്ട് പോകുമ്പോൾ അതൊക്കെ ചെയ്യണമെന്നുണ്ട്. എന്താണ് എഴുതാറുള്ളത്? കഥയോ കവിതയോ അങ്ങനെ എന്തെങ്കിലും ആണോ? അപ്പം ഞാനിപ്പോൾ സംസാരിച്ചപ്പോൾ മനസ്സിലായല്ലോ, ഇത്രയ്ക്കും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒന്നും സംസാരിക്കാതെ TV മാത്രം നോക്കിയിരുന്നാൽ എത്രത്തോളം സങ്കടകരമാണ് ഒരു വിഷയമെന്ന് അത് എനിക്ക് തോന്നുന്ന ആദ്യമൊക്കും അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് മനസ്സിലാവും. ഞാൻ ആദ്യം ലൈവിട്ട് തുടങ്ങിയ സമയത്ത് എല്ലാവരും ചോദിക്കും,